സാറേ വല്ലതും തരണേ. ആ ചേട്ടാ. ആ എന്നാ ചേട്ടാ? ചേട്ടാ വല്ലതും കഴിക്കാൻ പൈസ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. പോ 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 പോ. എങ്ങോട്ടാ? അങ്ങോട്ട് ചെല്ലേ. പോയിട്ട് കാര്യമൊന്നുമില്ല. രാമുവേ, എന്തോ? എന്താ ഏ അവിടെ നിക്കേ? മാറ്റട്ടെ ഇവനെ ഒന്നേ. എന്താ സാറേ കഴിക്കാൻ വല്ലതും? സുരേഷ് അല്ലേടാ ഇത്? സുരേഷ് അല്ലേ? എന്നെ മനസ്സിലായോ? ഏ ഞാൻ കൊച്ചുവാ, നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. എന്നാ പറ്റി? ഏ എന്ത് പറ്റി? എന്തോ പറ്റിയടാ? എന്ത് പറ്റിയതാ? തിരിച്ചു വിളിക്കും ഓർമ്മകൾ, മറക്കാനാവാത്ത സൗഹൃദം. തിരിച്ചു വിളിക്കും ഓർമ്മകൾ, മറക്കാനാവാത്ത വല്ലതും കഴിച്ചോ? സൗഹൃദം. ബാ കഴിക്കാം. വഴി തെറ്റിയ കാലങ്ങൾ ബാ, സാരമില്ല. ബാ വീണ്ടും ബാ. വഴികാട്ടും കേറി വാ. സ്നേഹം. വഴി തെറ്റിയ കാലങ്ങൾക്കും വീണ്ടും വഴികാട്ടും സ്നേഹം. കൈവിട്ടു പോയ നിമിഷങ്ങൾ ഹൃദയം തേടി വരുമ്പോ, കൈവിട്ടു പോയ നിമിഷങ്ങൾ ഹൃദയം തേടി വരുമ്പോൾ
ഇടറിപ്പോയ ജീവിതത്തിൽ ഇനിയും വെളിച്ചമുണ്ടാവും. ഇടറിപ്പോയ ജീവിതത്തിൽ ഇനിയും വെളിച്ചമുണ്ടാവും. ഇനിയും കഴിക്ക്. വെളിച്ചമുണ്ടാവും. തിരിച്ചു വിളിക്കും ഓർമ്മകൾ മറക്കാനാവാത്ത സൗഹൃദം. കഴിക്ക് കഴിക്ക്. തിരിച്ചു വിളിക്കും ഓർമ്മകൾ മറക്കാനാവാത്ത സൗഹൃദം. സുരേഷേ എന്തോ ബാ വഴി തെറ്റിയ പോയി കുളിച്ച് കാലങ്ങൾക്കും ഈ ഡ്രസ്സൊക്കെ ഇട്ട് ബാ നമുക്ക് പള്ളിയിലൊന്ന് പോയിട്ട് വരാം. വീണ്ടും വഴികാട്ടും സ്നേഹം. വഴി തെറ്റിയ കാലങ്ങൾക്കും വീണ്ടും വഴികാട്ടും സ്നേഹം. എടി മേരി, എന്താ ജോസേട്ടാ? നീ ആ അരിവെന്ത വെള്ളം ഇച്ചിരി ഉപ്പും ചേർത്തെടുത്തിട്ട് വാ. കൊണ്ടുവരാം. എന്താ ജോസേട്ടാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു? ഇതാ ഈ ചൂടോടെ ഈ വെള്ളം കുടിക്കേ, ക്ഷീണമൊക്കെ മാറട്ടെ. മേരി, മേരി, ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാനേ ഇത് ഉപകരിക്കൂ. പക്ഷെ മനസ്സിൻ്റെ കയ്യിൽ പണമില്ലാത്തവൻ്റെ സങ്കടം ആരോട് പറയും? സാരമില്ല ജോസേട്ടാ, എല്ലാം ശരിയാവും. സാരമില്ലെന്നേ, എല്ലാം ശരിയാവും. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു കാര്യം. അപ്പച്ച, ആ അന്നാ കൊച്ചിയിലെ കപ്പശായന്ന് അപേക്ഷ കൊടുത്തില്ലായിരുന്നോ? ആ അവിടുന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. ആ അതിന് പോകാൻ കുറച്ച് പണം വേണം. അത് മോനെ കൊച്ചു, അപ്പൻ്റെ കയ്യിൽ സാരമില്ല അപ്പച്ച, ഞാൻ സുരേഷിനോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓ മുട്ടയുണ്ടോ? മുട്ട ജോസേട്ടോ. ഓ മേരിയേ, എന്തോ ദേ മുട്ടക്കാരൻ ആ. വന്നേക്കുന്നു. മുട്ട വല്ലതും ഉണ്ടോ? മുട്ടയുണ്ടോ? ഉണ്ട്, നിക്കേ. ആ കൊണ്ടുവാ. എന്താ ഭയങ്കര ക്ഷീണമാണല്ലോ. എന്താ ജോസേ, ഒന്നും പറയാതിരിക്കുക ഭേദം. ഈ മലയും കുന്നും കയറി ഈ മുട്ടയും എടുത്ത് 2 ദിവസമായി കാലും കയ്യും വയ്യാതെ കിടപ്പിലായിരുന്നു. ഇത്തിരി കുഴമ്പ് മേടിക്കണം. ഇന്നത്തെ മുട്ട വിരിട്ട് വേണം കുഴമ്പ് മേടിക്കാൻ. അറിയാമോ എന്തിയേ? മറിയാമ്മയ്ക്കും കാല് മേലാതെ കിടക്കുക. ഇപ്പൊ എവിടെ മുട്ട കിട്ടാനായിട്ടാ? മുട്ടയ്ക്ക് എന്താ വില? 20 പൈസയാണ്. നിങ്ങളായതുകൊണ്ട് 25 പൈസ തരാം. ഇതാ കൃത്യമല്ലേ? മേടിച്ചെടുത്തിയേ, ഇതിനകത്ത് പൂവിലിട്ട മുട്ടയൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ വല്ല ഉണ്ടോടി? ആ മനുഷ്യ, ഈ മനുഷ്യൻ്റെ ഒരു കാര്യം. ആ കാണുന്നത് നമ്മുടെ ഇടവകക്കാരൻ്റെ വീട്.
അതല്ലേ. ആ, നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പോകാം. ബാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ അച്ചോ. മേരിയേ, എടി മേരിയേ, ഇത് വികാരിയച്ഛൻ വന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നാ ഉണ്ട് ജോസേട്ടാ വിശേഷം? സുഖം, ഇങ്ങനെ പോകുന്നു. ഞാൻ ഇതുവഴി ഒന്ന് പോയപ്പം ജോസേട്ടനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. ഓ, എന്തിയാ പിള്ളേരും മേരിയൊക്കെ? ഉണ്ട്, എല്ലാരും അകത്തുണ്ട്. കപ്പ്യാരെ ഇരിക്കേ. അച്ചോ. ഈശോ മശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മേരി. മേരി, നീ പോയി അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. മോനെ കൊച്ചു. ഈശോമിശിഹായ്ക്ക് ആ, സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല അച്ചോ. കൊച്ചിയിൽ കപ്പൽ നിർമ്മാണശാലയിൽ പഠിക്കാനൊരു അവസരം ആ, കിട്ടും. ചിലപ്പം അവിടെ പോവും. നന്നായി പഠിച്ചോണം. നല്ല നിലയിലാകാൻ വേണ്ടി ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കാം കേട്ടോ. ആ, എന്തിയാ നമ്മുടെ ത്രേസ്യ കൊച്ച്? ദാ അവള് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയേക്കുന്നു. ദാ ഇപ്പം വരാറായിട്ടുണ്ട്. ആ, ദാ അവള് വരുന്നുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മോളെ. മോള് എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നത്, മാതാവിനോട് പ്രാർത്ഥിക്കുന്നതും അച്ഛൻ കാണുന്നുണ്ട്. നന്നായി പഠിക്കണം കേട്ടോ. ശരി അച്ചോ. പിന്നെ അടുത്ത വർഷം നേഴ്സിങ്ങിന് പോകണമെന്ന് അച്ചോ എൻ്റെ ആഗ്രഹം. ആ, കൊള്ളാം. നിങ്ങൾ നന്നായി പഠിച്ച് ജോലിക്കാരായെങ്കിലേ ജോസ് കുട്ടിയുടെയും മേരി കുഞ്ഞിൻ്റെയും കഷ്ടപ്പാടും ഒക്കെ മാറും കേട്ടോ മക്കളെ. ആ, എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അച്ചോ വല്ലപ്പോഴും ഒക്കെ ഇതിലേ ഒന്ന് വരണം. എൻ്റെ മേരിക്കൊച്ചെ ഇപ്പോ നല്ല തിരക്കാ. നോക്കട്ടെ, വല്ലപ്പോഴും ഒക്കെ ഇറങ്ങാം കേട്ടോ. ശരി അച്ചോ. അമ്മ, ഞാൻ സുരേഷിന്റെ വീട്ടിൽ പോയിട്ട് വരാവേ. ആ ശരി. ഡാ എടാ സുരേഷേ. ആ കൊച്ചു. എടാ, എനിക്ക് കൊച്ചി വരെ പോകണം. ആ പഠനത്തോടനുബന്ധിച്ചൊരു ജോലി കിട്ടി. പോകാൻ കുറച്ച് കാശ് വേണമായിരുന്നു. എങ്ങനെയാടാ? അതിനെന്താടാ, നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛാ, അവന് പഠിക്കാൻ പോകുന്നതിന് കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞായിരുന്നു. ബാഗിലുണ്ട്, എടുത്തു. ആ ഡാ, നീ പോയിട്ട് വാ കേട്ടോ. ശരി എന്നാ. ഡാ കൊച്ചു, വേന്നു വാ. എടാ നോക്കി വാടാ. മീനു, നീ ഡാൻസ് ഒക്കെ പഠിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? ആ ദാ നോക്കിക്കേ, അടിപൊളി സ്ഥലം. ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാവോ? അയ്യേ പോടേട്ടാ, കളിക്കുന്നേ? ഞാനൊന്നും ഡാൻസ് കളിക്കാൻ. ഇല്ല ഇല്ല. നല്ല സ്ഥലമല്ലേ, കളിക്ക്. കളിക്കടേ ചേച്ചി.
മറന്നില്ല ബാല്യം മറക്കുവാനാകുമോ നിന്നോടൊത്തുള്ള എന്നോർമകൾ മറന്നില്ല ബാല്യം മറക്കുവാനാകുമോ നിന്നോടൊത്തുള്ള എന്നോർമകൾ മരിക്കുന്നില്ല ഓർമ്മകൾ മറക്കുവാനാകുമോ നിൻ സ്നേഹ സൗഹൃദം എൻ ചിന്തയിൽ മറന്നില്ല ബാല്യം മറക്കുവാനാകുമോ നിന്നോടൊത്തുള്ള എന്നോർമകൾ. മോനെ സുരേഷേ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, മറക്കാതെ എടുത്ത് കഴിച്ചോണം കേട്ടോ. അടിയടാ, വേണ്ട. അടി, അടിക്കടാ. എന്ത് പറ്റിയടാ സുരേഷിന്? ഒന്നുമില്ല അച്ഛാ. സുരേഷേ, എന്ത് പറ്റിയടാ അവന്? മോനെ സുരേഷേ, എന്ത് പറ്റിയടാ? എന്ത് പറ്റിയടാ മോനെ? ഡാ, എന്ത് പറ്റി നിനക്ക്? എഴുന്നേറ്റേ. നീ കള്ള് കുടിച്ചിട്ടുണ്ടല്ലേ? മോനെ സുരേഷേ, അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെയാ നിന്നെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. എന്നിട്ടിപ്പം നീ എടി വാസന്തി, നമ്മുടെ മകൻ സുരേഷേ, റെഡിയായില്ലേ? ഇതാ വരുന്നു. ബാ. ആ, എങ്ങനെയുണ്ടേ? കൊള്ളാം.
നമുക്ക് പള്ളിയിൽ പോവാം. പോ. ബാ. പ്രിയരെ, ഇതൊരു കഥയുടെ അവസാനമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്നത്തെ തലമുറയിൽ ചിലർ വഴിതെറ്റുന്നത് അവരുടെ ദൗർബല്യം കൊണ്ടല്ല, അവരെ മനസ്സിലാക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ലഹരിയിലും ഏകാന്തതയിലും മൊബൈൽ ലോകത്തിലും കുടുങ്ങിയിരിക്കുന്ന ഒരു തലമുറയ്ക്ക് ഇതൊരു ചെറിയ വിളക്കാകട്ടെ. അവരെ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തി ആത്മവിശ്വാസം നൽകുമ്പോൾ അവർ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും. അവർക്ക് വേണ്ടത് ശാസനം മാത്രമല്ല, മനസ്സിലാക്കുന്ന ഒരാൾ, കൈപിടിച്ചു നിർത്തുന്ന ഒരു സൗഹൃദം. ചെറുപ്പത്തിൽ തന്നെ സ്നേഹവും മൂല്യങ്ങളും നൽകി കലയും കായികവും നല്ല ബന്ധങ്ങളും അവരുടെ ലഹരിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ മറ്റെല്ലാ ലഹരികളിൽ നിന്നും അവർ വിട്ടുമാറും. കുടുംബ ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന, സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് വളർത്താം. ഇതൊരു ഉപദേശമല്ല, ഒരു പ്രതീക്ഷയാണ്. ഈ കഥ മാറ്റത്തിനുള്ള ഒരു തുടക്കമാകട്ടെ. സ്നേഹപൂർവ്വം മാത്യൂസ് കാട്ടുവള്ളി.